നമസ്കാരം. വൻപിച്ച സൈനിക ബിൽഡപ്പാണ് വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തിയിരിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലുമായി അമേരിക്കൻ കപ്പലുകളുടെ സാന്നിധ്യം കൂടിയിരിക്കുന്നു. ഇസ് ഇറ്റ് ഓപ്പറേഷൻ ഇറാൻ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ 28 മുതൽ, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം 28 മുതൽ അതിശക്തമായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇറാനിൽ. പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ്. ഇറാന്റെ 31 പ്രവിശ്യകളിൽ 27 പ്രവിശ്യകളിലും വ്യാപകമായ ഗവൺമെന്റ് വിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നു, പ്രക്ഷോഭങ്ങളുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ നാണ്യപ്പെരുപ്പം 42%. അനൗദ്യോഗികമായി ഏതാണ്ട് ഇരട്ടിയിലധികമാണ് വാർഷിക നാണ്യപ്പെരുപ്പം. സാധനങ്ങൾക്ക് വലിയ ദൗർലഭ്യം. ഇറാനിയൻ കറൻസി റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ കംപ്ലീറ്റ്ലി കുപ്പുകുത്തിയിരിക്കുന്നു. ഇറാൻ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു. ആദ്യം ഇറങ്ങിയത് കച്ചവടക്കാരാണ്, പിന്നാലെ ജനങ്ങളും. അപ്പൊ 2 ആഴ്ച പിന്നിട്ട ജനകീയ പ്രക്ഷോഭം കേവലം ജൈവികമാണോ അതോ എൻജിനീയർഡ് ആണോ? അതേക്കുറിച്ച് തികച്ചും നിഷ്പക്ഷമായ ഒരു അന്വേഷണം. ഇറാൻ പക്ഷപാതിയാകാനോ അമേരിക്ക പക്ഷപാതിയാകാനോ പക്ഷം പിടിച്ച് സംസാരിക്കാനോ ഞാനില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. സ്ഥിതിഗതികൾ, കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അവലോകനം ചെയ്യേണ്ടതുണ്ടല്ലോ. അല്ലാതെ പക്ഷം പിടിച്ച് സംസാരിച്ചുകൊണ്ട് ആരെയെങ്കിലും കലർത്തി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്നൊരു പതിവ് എനിക്കില്ല. അങ്ങനെ വ്യാഖ്യാനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവരവരുടെ ഒരു ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കാം. പക്ഷേ അമേരിക്ക വെനിസ്വേല യുദ്ധത്തിൽ ഏർപ്പെട്ടത് വെറുതെ അല്ല എന്നാണ് എൻ്റെ പക്ഷമാണ്. അതായത് എണ്ണ കണ്ടുകൊണ്ട് മാത്രമാണോ? ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനിസ്വേല, സമ്മതിക്കുന്നു. ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ, ലോകത്തിന്റെ 18% ക്രൂഡ് ഓയിലിന്റെ ബേസ് റിസർവ് ഉള്ള രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വേല. പക്ഷെ ആ എണ്ണ നിക്ഷേപത്തിൽ കണ്ണ് ഉണ്ട്, അത് പരസ്യമായ രഹസ്യമാണ്. അത് മാത്രമാണോ? അതോ ഇറാനിയൻ ഭരണകൂടത്തിന് ഉൾപ്പെടെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത ഭരണകൂടങ്ങൾക്ക് വ്യക്തമായ താക്കീത്, തങ്ങൾ എവിടെ ചെന്നും ആക്രമണം നടത്തും, വേണ്ടി വന്നാൽ രാഷ്ട്രത്തലവന്മാരെ അങ്ങോട്ട് പൊക്കും, ഇങ്ങ് കൊണ്ടുവരും, വിചാരണ ചെയ്യും, ഞങ്ങളുടെ നിയമം അനുസരിച്ച് വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും, ജാഗ്രത. ഇതാണോ അമേരിക്കയുടെ ശാസ്ത്രം? അങ്ങനെ തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും സൈനിക നടപടിയിലൂടെ വെനിസ്വേലയിൽ നിന്ന് തൂക്കിക്കൊണ്ടുപോയി. വെനിസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ആകെ അമ്പരം നിൽക്കുകയാണ്. അമേരിക്കയെ പൂർണ്ണമായി തള്ളിക്കളയാനാവാത്ത രീതിയിൽ മഡൂറോയുടെ ജൂനിയേഴ്സ് ഇപ്പോൾ ഭരണം കൈയാളുന്നു. ഇനിയിപ്പോൾ ലക്ഷ്യം കൊളംബിയ ആണ്, അല്ല എങ്കിൽ ക്യൂബ ആണ് എന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അത് തീർച്ചയായും അമേരിക്കയുടെ അജണ്ടയിൽ കാണും. പഴയ മൺട്രോ ഡോക്ടറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അമേരിക്കൻ മേഖലയിൽ, സ്വാധീന മേഖലയിൽ, ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്ക സ്വാധീന മേഖലയിൽ മറ്റാരും ഇടപെടുന്നത് ഒഴിവാക്കാൻ ഒരുപക്ഷെ കടന്നുകയറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ റൂൾഡ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ എന്ന 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉള്ള ആ ഒരു ക്രമം, ആ ഒരു ധാരണ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പറയാം, അമേരിക്ക ആ ഒരു ധാരണ അട്ടിമറിച്ചിരിക്കുന്നു. യാതൊരു സംശയവുമില്ല, അങ്ങനെ അട്ടിമറിച്ചിരിക്കുന്നു. അതായത് എവിടെയും എപ്പോഴും എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ഇടപെടാൻ അമേരിക്ക മടിക്കില്ല. ഇപ്പൊ ഇതുവരെയുള്ള ഇടപെടലുകൾ അപ്പൊ നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ, വിയറ്റ്നാമിൽ ഇടപെട്ടിട്ടില്ലേ? കൊറിയയിൽ ഇടപെട്ടിട്ടില്ലേ? സൂയസ് വിഷയത്തിൽ പണ്ട് ഇടപെട്ടിട്ടില്ലേ? ക്യൂബൻ മിസൈൽ ക്രൈസിസ് സംഭവത്തിൽ 1960കളുടെ ആദ്യം ഇടപെട്ടിട്ടില്ലേ? ഇവിടെയെല്ലാം അമേരിക്ക 2 പ്രാവശ്യം ഗൾഫ് യുദ്ധങ്ങൾ നടത്തിയിട്ടില്ലേ? പിന്നെ താലിബാനെ പുറത്താക്കാൻ വേണ്ടി കാബൂൾ, കണ്ഡഹാർ ആക്രമിച്ചില്ലേ? ബിൻ ലാഡനെതിരെയുള്ള യുദ്ധങ്ങൾ സംഭവിച്ചില്ലേ? IS-നെതിരെയുള്ള പോരാട്ടങ്ങൾ സംഭവിച്ചില്ലേ? പക്ഷെ ആ രീതിയിലുള്ള ഒരു നീക്കം അല്ല ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. കൃത്യമായ ഒരു ഭരണകൂടം ഇറാനുണ്ട്. ഇസ്ലാമിക വിപ്ലവത്തിലൂടെ 1979 ഷാ പഹലവി രണ്ടാമനെ അട്ടിമറിച്ച്, അത് ജനകീയ പ്രക്ഷോഭത്തിലൂടെ തന്നെയാണ്. ആ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇറാനിയൻ ജനത ഇസ്ലാമിക
റിപ്പബ്ലിക്കായി സ്വയം മാറുകയാണ്. രാജഭരണത്തിൽ നിന്നും, ഷായുടെ രാജഭരണത്തിൽ നിന്നും, അമേരിക്ക അനുകൂല ക്രമത്തിൽ നിന്നും തികഞ്ഞ അമേരിക്ക വിരുദ്ധ ക്രമത്തിലേക്ക് ഏതെങ്കിലും ഒരു രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അമേരിക്ക വിരുദ്ധത ആ രാജ്യത്തിന്റെ DNA ഭാഗമായി കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ അത് ചൈനയുമല്ല, റഷ്യയുമല്ല, അത് ഇറാനാണ്. കൺസിസ്റ്റന്റ്ലി ആഫ്റ്റർ 1979 until this moment. അപ്പോൾ അയത്തുള്ള അലി ഖൊമേനി, ആദ്യത്തെ ഖൊമേനി അയത്തുള്ള റുവല്ല ഖൊമേനി, അദ്ദേഹം കാലം ചെയ്തു. അതിനുശേഷമുള്ള അയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിൽ മസൂദ് പെഷഷ്കിയാൻ നയിക്കുന്ന ഒരു ഇറാനിയൻ ഭരണകൂടം, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ്. അത് എത്രത്തോളം നീതിപൂർവമാണ് തിരഞ്ഞെടുപ്പ് എന്നത് വിദഗ്ധർക്കിടയിൽ, വിദേശ വിദഗ്ധർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകാം. കാരണം അയത്തുള്ള അലി ഖൊമേനി അനുവദിക്കുന്ന ഒരാൾക്ക് മാത്രമേ നേതാവാകാൻ സാധിക്കുകയുള്ളല്ലോ, മത്സരിക്കാൻ പോലും സാധിക്കൂ എന്ന അവസ്ഥ. പക്ഷെ അതായിരുന്നു അവിടുത്തെ ക്രമം. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, ഭരണഘടനയുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്, IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എന്ന് പറയുന്ന ശക്തമായ സൈനിക വിഭാഗമുണ്ട്. ഖുദ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിദേശത്ത് നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു കമാൻഡോ സൈനിക, അർദ്ധസൈനിക വിഭാഗവും രഹസ്യാന്വേഷണ വിഭാഗവും എല്ലാം തന്നെ ഇറാന് കൈമുതലാണ്. പക്ഷെ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു CIA ഷാർപ്പ്നെസ്സോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഒരു കണിഷ്ഠതയോ കൃത്യതയോ ഒരുപക്ഷെ ഇറാന്റെ ഈ സംവിധാനങ്ങൾക്ക്, ആർമി സംവിധാനത്തിനോ രഹസ്യാന്വേഷണ സംവിധാനത്തിനോ ഇല്ല എന്നതുകൊണ്ടാവാം ഇറാൻ വൾണറബിളായി ഇരിക്കുന്നത്. അതിന്റെ മറവിലാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം. അപ്പൊ ഇറാൻ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ന്യായീകരിക്കാവുന്നതാണോ എന്ന ചോദ്യം മറ്റൊരു ചോദ്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇറാൻ ഇടപെടേണ്ടി വന്നു. ഇറാൻ അനുകൂല മിലിഷ്യകൾ, ഹൂതികൾ, അല്ലെങ്കിൽ ലെബനിലെ ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ്, ഇവരെല്ലാം ഇറാന്റെ ഒരു പ്രോക്സീസ് ആണ്. ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധം, അമേരിക്കക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ്, അതിനുവേണ്ടി ഇറാൻ അനുകൂല മിലിഷ്യകളെ 5 ഇടത്തെങ്കിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പോൾ പറഞ്ഞ 3 ഇടങ്ങളാണ്. മറ്റത് ഇറാഖിലും സിറിയയിലും ഇറാൻ അനുകൂല മിലിഷ്യകളുണ്ട്. അതോടൊപ്പം തന്നെ സിറിയ എന്ന രാജ്യത്തിന്റെ ഭരണകൂടം ബാഷർ അൽ അസദ്, അതിനു മുമ്പ് ഹഫീസ് അൽ അസദ്, അവരൊക്കെ നയിച്ചിരുന്ന സമയത്ത് ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് റഷ്യയും ചൈനയുമായി സൗഹൃദം പാലിച്ചുകൊണ്ട് ഒരു ബിൽഡപ്പ് ആയിരുന്നു. ആ ബിൽഡപ്പ് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു. സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചു. അവിടെ പുതിയ ഒരു നേതാവ് വന്നു. മുൻ തീവ്രവാദി നേതാവായ അൽ ഷറ, അമേരിക്കയുടെ തന്നെ പിന്തുണയോടെ, തുർക്കിയുടെ പിന്തുണയോടെ, ഈവൻ ഇസ്രായേൽ പോലും അംഗീകരിക്കുന്ന രീതിയിൽ അവിടെ വന്നിരിക്കുന്നു. ഇറാന്റെ ഹോൾഡ് അവിടെ അയഞ്ഞു. ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു യുദ്ധം കാരണം, ഇസ്രായേലുമായുള്ള പോരാട്ടം കാരണം. അപ്പോൾ ഇറാൻ കൂടുതൽ ഒറ്റപ്പെട്ടു. ഇറാന്റെ ശേഷി, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇറാൻ ഉണ്ടായിരുന്ന ശേഷി ഇപ്പോൾ ഒരുപക്ഷെ ഇറാന് ക്ലെയിം ചെയ്യാൻ ആവില്ല. കാരണം ഇറാന്റെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങൾ എന്നെനിക്ക് പറയാനാവില്ല, പക്ഷെ കാര്യമായ രീതിയിലുള്ള ഡെന്റിങ് ഉണ്ടായിട്ടുണ്ട്. ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതുവരെ ഉണ്ടായ ധാരണ അമേരിക്ക ഇറാന്റെ മണ്ണിൽ കയറി വ്യോമാക്രമണം നടത്തില്ല എന്ന ധാരണ പൊളിഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഡൊണാൾഡ് ട്രംപ് മീൻസ് ബിസിനസ്. ഇറാന്റെ മണ്ണിൽ കഴിഞ്ഞ വർഷം ആക്രമണം നടത്താമെങ്കിൽ ഒരിക്കൽ കൂടി ആക്രമണം നടത്താൻ മടിക്കില്ല. അവിടെയാണ് ഇപ്പോഴിതാ ഇറാന്റെ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു. 2 ആഴ്ചയായി ഇറാന്റെ ഷായെ തിരിച്ചു കൊണ്ടുവരണം. ഷാ പഹലവി രണ്ടാമൻ മരിച്ചുപോയി. ഷാ റിസ പഹലവി, ഷായുടെ പുത്രൻ, അമേരിക്കയിൽ ദീർഘകാലം പ്രവാസത്തിലായിരുന്ന വ്യക്തി, അന്ന് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഈ ഇറാൻ റവല്യൂഷൻ നടക്കുമ്പോൾ. പിന്നീട് ഇറാനിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 1/2 നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹം ആഘോഷമായി ടെഹ്റാനിലേക്ക് പറന്നിറങ്ങുമോ? അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകുമോ? അദ്ദേഹം ടെഹ്റാനിലെ ഇപ്പോഴത്തെ ഷിയ ഭരണകൂടം അല്ലെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ ജനപ്രക്ഷോഭം കൂടുതൽ ആളിക്കെത്തിക്കുമോ? അദ്ദേഹത്തിന് വരാനുള്ള സമയമായിട്ടുണ്ടോ? ചോദ്യമാണ്. അമേരിക്കയുടെ പിന്തുണ എത്രത്തോളം ആ വ്യക്തിക്കുണ്ട്? അമേരിക്കയാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. പ്രക്ഷോഭകരെ വെടിവെക്കരുത്. നിങ്ങൾ ഇറാൻ ഗവൺമെന്റിനെതിരെ തെരുവിലിറങ്ങിയ പ്രക്ഷോഭകരെ വെടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്കൻ സൈന്യം വെടി ഉതിർക്കാൻ മടിക്കില്ല. വ്യോമാക്രമണവും ഒരുപക്ഷെ കരയാക്രമണവും നടത്താൻ മടിക്കില്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഷാ പഹലവി രണ്ടാമന്റെ മകൻ
പിന്നെ ഇറാനിലേക്ക് പറന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അത് കാണുന്നില്ല. ഒരു ഭരണം മാറ്റമുണ്ടായതിനു ശേഷം ഒന്നുകിൽ ഇറാനിൽ അമേരിക്കൻ എഞ്ചിനീയർഡ് സൈനിക അട്ടിമറി, സൈന്യത്തിൽ ഏതായാലും തീർച്ചയായും CIA-യും മൊസദും ഒക്കെ മോളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരു സൈനിക അട്ടിമറിയിലൂടെ ആഭ്യന്തരമായി ഒരു ടേക്ക് ഓവറിലൂടെ മാത്രമേ ഒരുപക്ഷെ ഇറാന്റെ ഭരണകൂടത്തിന് മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ഒരു പക്ഷേ അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഏതാണ്ട് 27 പ്രവിശ്യകളിലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ട്, ജനകീയ പ്രക്ഷോഭങ്ങളുണ്ട്. അത് അടിച്ചമർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. 2700-ൽ പരം പേര് അറസ്റ്റിലാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 78 പേരോളം മരണപ്പെട്ടിരിക്കുന്നു തെരുവ് യുദ്ധങ്ങളിൽ. ഇറാൻ പട്ടാളവുമായും സെക്യൂരിറ്റി ഫോഴ്സസുമായുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സൈന്യത്തിലെ ഉൾപ്പെടെ ഏതാനും പേരും കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം. അവിടെ കുഴഞ്ഞു മറിഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്താണ്, വാട്ട് ആർ ദ ഓപ്ഷൻസ് ബിഫോർ അയത്തുള്ള അലി ഖൊമനി? മല പോലെ വന്നത് എലി പോലെ പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുമോ? നമ്മുടെ ചോദ്യമാണ്, നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ എനിക്കോ അറിയില്ലാത്തതുകൊണ്ട് സാധ്യതകൾ മാത്രമേ നമുക്കിപ്പോൾ അസസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നാളുകളിൽ ഉണ്ടാകാൻ സാധ്യത ഒരുപക്ഷെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ചെയ്തതുപോലെ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമനിയും മസൂദ് പസഷ്കിയാനും ഒക്കെ ഇറാൻ വിട്ട് റഷ്യയിൽ അഭയം തേടിയേക്കാം. റഷ്യ മാത്രമാണ് അഭയം കൊടുക്കാൻ. ഒന്ന് ചൈനയാണ്. ചൈനയ്ക്ക് അങ്ങനെയുള്ള സാഹസങ്ങൾ ചെയ്യാനുള്ള ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഇൻവോൾവ്മെന്റ് ലെവൽ കുറവാണ്. അതുകൊണ്ട് മോസ്കോയിൽ അഭയം തേടാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ അതികഠിനമായ, അത് സംഭവിക്കണമെങ്കിൽ ഒരുപക്ഷെ അതികഠിനമായ ഒരു പോരാട്ടം ആഭ്യന്തരമായി. ഇറാൻ ഇപ്പോൾ അസ്വസ്ഥമാണ് എന്ന് മാത്രമേ പറയാനാവൂ. പക്ഷെ വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്കും സിവിൽ വാറിലേക്കും ഒരുപക്ഷെ സൈന്യം ജനങ്ങളെ വലിയ രീതിയിൽ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്കും ഒക്കെ എത്തി നിന്നാൽ ഒരുപക്ഷെ അമേരിക്കൻ ആക്ഷൻ തന്നെ അവിടെ വരും. അവിടെ പൊരുതി നിൽക്കാനാണ് അയത്തുള്ള അലി ഖൊമേനിയും ഒരുപക്ഷെ മസൂദ് പസഷ്കിയാനും ശ്രമിക്കുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള ചോരപ്പുഴ ഒഴുകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഈ ഇറാഖിനെ കീഴടക്കിയ പോലെ ഉള്ള ഒരു ഭൂപ്രകൃതിയല്ല ഇറാൻ. ഇറാഖിന് സദ്ദാം ഹുസൈനെ അധികം ബുദ്ധിമുട്ടാതെ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സിലൂടെ കീഴടക്കി. അത് നമുക്ക് അറിയാം. ഒന്നാം ഗൾഫ് യുദ്ധത്തിലും കീഴടക്കി, രണ്ടാം ഗൾഫ് യുദ്ധത്തിലും കീഴടക്കി. പക്ഷെ കീഴടക്കിയതിനു ശേഷം എന്താ സംഭവിച്ചത്? സദ്ദാം ഹുസൈനെ കീഴടക്കാൻ പറഞ്ഞ കാരണങ്ങൾ ഒന്നും തന്നെ ന്യായമല്ലായിരുന്നു എന്ന് പിന്നീട് ലോകത്തിന് വെളിവായി. രാസായുധങ്ങളുമില്ല, ജൈവ ആയുധങ്ങളുമില്ല. സദ്ദാം ഹുസൈൻ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു 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 കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട്. ഇറാനിലും മനുഷ്യാവകാശ ലംഘനമുണ്ട്. പക്ഷെ ഇറാൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ മിലിറ്ററി പ്രസൻസ് ആണ്. ഇറാന് പ്രഹരശേഷിയുണ്ട്, മിസൈലുകൾ വളരെ ഷാർപ്പാണ്. ഇസ്രായേൽ അത് അനുഭവിച്ചറിഞ്ഞതുമാണ് കുറെയൊക്കെ. ഇസ്രായേലിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഇറാന് കഴിയില്ല. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഇസ്രായേൽ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഏത് പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്നതെങ്കിലും അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അമേരിക്ക ഇടപെട്ടാൽ അങ്ങനെയല്ല. പക്ഷെ അമേരിക്ക ഇടപെട്ടാൽ സ്ഥിതിഗതികൾ ഇപ്പോൾ കാണുന്ന പോലെ നിൽക്കുമോ? ഇറാൻ മാത്രമാവുമോ ആ പക്ഷത്ത്? ആ ചോദ്യത്തിന് ഉത്തരം മറ്റൊരു വീഡിയോയിലൂടെ എനിക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത് കൊണ്ട്. ഇൻവോൾവ്മെന്റ് ഓഫ് ചൈന, പോസിബിൾ ഇൻവോൾവ്മെന്റ് ഓഫ് റഷ്യ, പോസിബിലിറ്റി ഓഫ് എ ഗ്ലോബൽ കോൺഫ്ലിക്റ്റ്, ഇത് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് സമാനമാണ് ഇറാന് നേരെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. അതുകൊണ്ട് തികച്ചും ഇപ്പോൾ നിലവിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തിയ ഒരു വിശകലനമായിട്ട് മാത്രമേ കാണാവൂ. ഇറാൻ പക്ഷപാതിത്വമായിട്ടോ അമേരിക്കൻ പക്ഷപാതിത്വമായിട്ടോ ഇതിനെ കാണരുത് എന്ന പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ.